ഒരു ചെറിയ ഗ്രാമത്തിൽ നൂർ മുഹമ്മദ് എന്ന 17-കാരൻ ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. അവന്റെ ഉപ്പ റഹീം ഒരു കാലത്ത് പ്രശസ്തനായ കെട്ടിട നിർമ്മാതാവായിരുന്നു. എന്നാൽ ഒരു അപകടത്തിൽ പരിക്കേറ്റതിനു ശേഷം കിടപ്പിലായി. ഉമ്മ ഫാത്തിമ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. നൂർ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മാതാപിതാക്കളുടെ അവസ്ഥ അവനെ നിരന്തരം വേദനിപ്പിച്ചിരുന്നു. നീ പഠനത്തിൽ ശ്രദ്ധിക്കണം മോനെ, ഞങ്ങൾ നിന്റെ ബാധ്യതയല്ല എന്ന് ഉപ്പ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നത് നൂറിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അല്ലാഹു എല്ലാം കാണുന്നുണ്ട് മകനെ. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവർക്ക് അവൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ഉമ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നൂറിന് ഒരു അവസരം ലഭിച്ചു. പട്ടണത്തിലെ ഒരു ഐ.ടി. കമ്പനിയിൽ പാർട്ട് ടൈം ജോലി. സ്കൂളിൽ നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരുന്ന അവൻ ഇത് ഒരു അപ്രതീക്ഷിത അനുഗ്രഹമായിരുന്നു. രാവിലെ കോളേജ്, വൈകുന്നേരം ജോലിയും രാത്രികളിൽ മാതാപിതാക്കളെ പരിചരിക്കലും നൂറിന്റെ ദിനചര്യ ഇങ്ങനെയായി. നിന്റെ ഭാവി ഞങ്ങളെക്കാൾ പ്രധാനമാണ്, ഫാത്തിമ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ നൂറിന് അറിയാമായിരുന്നു തന്റെ മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും ഇല്ലാതെ യാതൊരു ഭാവിയും അർത്ഥവത്തല്ല എന്ന്. പതിയെ നൂർ തന്റെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തി. രാത്രിയിൽ ഉമ്മയുടെ മരുന്നുകൾ നൽകിയ ശേഷം അവൻ പ്രോഗ്രാമിംഗ് പഠിക്കാൻ തുടങ്ങി. ഉപ്പ റഹീം കിടപ്പിൽ നിന്നുകൊണ്ട് തന്നെ നൂറിന് ഉപദേശങ്ങളും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു. മകനെ, നീ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ സഹനവും കഠിനാധ്വാനവും ഒരു നാൾ വിജയമായി മാറും, റഹീം പറഞ്ഞു. 2 വർഷങ്ങൾ കടന്നുപോയി. നൂർ തന്റെ പഠനവും ജോലിയും തുടർന്നു. ഒരു ദിവസം അവൻ വികസിപ്പിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ പരിചരണത്തിനായുള്ളത് ഒരു പ്രമുഖ സ്റ്റാർട്ടപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ നൂറിനെ സമീപിച്ചു. അവന്റെ ആപ്പ് വാങ്ങാൻ ആഗ്രഹിച്ചു. ഇത് എന്റെ സ്വപ്നത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു തുകയാണ്, നൂർ മാതാപിതാക്കളോട് പറഞ്ഞു, കണ്ണുകളിൽ കണ്ണുനീരോടെ. ഇപ്പോൾ ഉമ്മയ്ക്ക് മികച്ച ചികിത്സ ലഭിക്കും. ഉപ്പ നിങ്ങൾക്ക് വിദേശത്ത് പോയി ശസ്ത്രക്രിയ ചെയ്യാം. അന്ന് രാത്രി നൂർ ഉമ്മയുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു, ഉമ്മ പറഞ്ഞതുപോലെ അല്ലാഹു എല്ലാം കാണുന്നുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് എന്റെ കടമയായിരുന്നു, പക്ഷേ അതെന്നെ വിജയത്തിലേക്ക് നയിച്ചു. ഫാത്തിമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. മകനെ, നീ ഞങ്ങളെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല. പക്ഷേ നീ ഒരിക്കലും നിന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചില്ല. നിന്റെ വിജയത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇന്ന് നൂർ മുഹമ്മദ് ഒരു പ്രശസ്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സംരംഭകനുമാണ്. അവൻ തന്റെ ഗ്രാമത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചു, മാതാപിതാക്കളെ പരിചരിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതിനായി. റഹീമും ഫാത്തിമയും ഇപ്പോൾ ആരോഗ്യവാന്മാരാണ്. മകന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നു. നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരുടെ പ്രാർത്ഥനകൾ നിനക്ക് വഴികാട്ടിയാകാം എന്ന് നൂർ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. സ്നേഹവും സമർപ്പണവും കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത്, അനുഗ്രഹം ഉണ്ടാകും.